ശ്രീ മുഹമ്മദ് ഫൈസൽ MP ആളുകളെ ഇത്രയും കടുത്ത മാർഗത്തിലൂടെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ശരിയാവണ്ണം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന നിരാശ കൊണ്ടാണോ? ഇല്ല, ഇവിടെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം, മനസ്സിലാക്കുന്ന ജനങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ടൂളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ്, IB ഇങ്ങനെയുള്ള ഈ ഏജൻസികളൊക്കെ വച്ചുകൊണ്ട് തന്നെ ആരൊക്കെയാണോ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത്, ജനങ്ങളുടെ വിഷയം പൊതുമധ്യത്തിൽ വെക്കുന്നത്, ഇന്ന് ഇവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ പാർലമെൻറ്റിനകത്തും ചർച്ചാ വിഷയങ്ങളുമാക്കുന്ന MP ആരൊക്കെയാണോ ഇവരെയൊക്കെ അടിച്ചമർത്തുക ഈ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് 95% EDയുടെ കേസുകൾ, CBIയുടെ കേസുകൾ മുഴുവനും പ്രതിപക്ഷ MPമാർക്കെതിരായിട്ട് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏജൻസികളൊക്കെ തന്നെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഒരു പാർട്ട്ണറായി അല്ലെങ്കിൽ സഖ്യകക്ഷിയായിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ നിന്നു പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഇന്ന് ഈ ഇന്ത്യ സഖ്യം രൂപീകൃതപ്പെട്ടപ്പോൾ അതിനെ എങ്ങനെ തകിടം മറിക്കാമെന്നുള്ള രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഡൽഹി ഗവൺമെൻറ്റിലാണെങ്കിൽ ഇന്ന് അടുത്തത് ചിലപ്പോൾ കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ MPമാരെയും ഓരോ MLAമാരെയും പാർട്ടി ഈവൻ ഈ പറയപ്പെടുന്ന ആരോപിച്ച ഓരോ വ്യക്തികളും പാർട്ടി മാറി BJPയിലേക്ക് വരുമ്പോൾ അവർ വളരെ ശുദ്ധന്മാരായി മാറുന്നു എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ് BJPയുടെ പക്കലുള്ളതെന്ന് പറയേണ്ട സാഹചര്യം. ഇവിടെ BJP എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ തന്നെ അടിച്ചമർത്തുന്നതിലൂടെ ഇവിടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന MPമാരെ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെടുന്ന പാർലമെൻറ്റിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുതിയ പാർലമെൻറ്റ് തുടങ്ങിയ അതേ ദിവസം അന്ന് വളരെ അഭിമാനപൂർവ്വം ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ബില്ലാണ് വനിതാ സംരക്ഷണ വിമൻസ് റിസർവേഷൻ ബില്ല്. ആ ബില്ല് പാസ്സാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ വിസിറ്റേഴ്സ് ഗാലറിയിൽ രാജസ്ഥാനിൽ നിന്നും ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഈ വിസിറ്റേഴ്സ് ഗാലറി നടക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കാൻ എണീറ്റ് നിൽക്കുമ്പോഴേക്കും ഗാലറികളിൽ നിന്നും മുദ്രാവാക്യം വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് വരെയായിട്ട് ആരാണ് ഈ മുദ്രാവാക്യം വിളിച്ചതെന്നോ ഇത് ചെയ്യാൻ പാടില്ലാത്ത സംഭവം അവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഒരു അന്വേഷണം നടത്തുകയോ പാർലമെൻറ്റിൽ ഈ വിഷയം പ്രതിപക്ഷ MPമാർ ഇൻ റൈറ്റിങ്ങിലും 0 ഓവറിലും ആവശ്യപ്പെട്ടിട്ട് പോലും അതിനൊരു മറുപടി പോലും കൊടുക്കാതെ അത് യാതൊരു രീതിയിലും ഒരു പുരോഗമനമില്ലാത്ത രീതിയിലേക്ക് മാറുകയുണ്ടായി. നേരത്തെ നിഷാദ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് പാർലമെൻറ്റിലേക്ക് ഇരച്ചു കയറിയ ഈ 2 യുവാക്കളെ പാർലമെൻറ്റ് പാസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു MP ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാനൽ ചർച്ചയിൽ BJPയുടെ മെമ്പർമാർ ഉണ്ടാകുമായിരുന്നു. അത് ഏതൊക്കെ രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലേക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ചർച്ചയിലും BJP പങ്കെടുക്കുന്നില്ല. പാർലമെൻറ്റിൻ്റെ അകത്ത് സംസാരിക്കേണ്ട, ഇതിന് വേണ്ടത്ര റെസ്പോൺസ് നൽകേണ്ട മിനിസ്റ്റർ, അത് ഓണറബിൾ ഹോം മിനിസ്റ്റർ വരെ പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ചവരെ MPമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം 5 ആളെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് 9 ആളെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നാളെ എത്ര MPമാരെ സസ്പെൻഡ് ചെയ്യുമെന്നറിയില്ല. ഇവിടെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ. ഈ വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന MPമാരെ അല്ലെങ്കിൽ പ്രതിനിധികളെ അടിച്ചമർത്തുക, ഇല്ലാണ്ടാക്കുക, സഭയിൽ നിന്ന് പുറത്താക്കുക, ഏതെങ്കിലും രീതിയിൽ സസ്പെൻഡ് ചെയ്തെങ്കിലും വിടുക, ഈ സഭയിൽ അവരുണ്ടാവരുത് എന്നുള്ള രീതിയിലേക്കുള്ള സമീപനം എടുത്തുകൊണ്ട് പോകുന്ന ഗവൺമെൻറ്റിന് പൊതുജനം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും
അവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്ത പ്രവർത്തനം രീതി ശരിയല്ല എന്ന് 100% നമുക്ക് അറിയാമെങ്കിലും പക്ഷെ ആ ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതുതന്നെയാണ്. ഈ രീതിയിലേക്ക് ഗവൺമെൻറ്റിനെ കൊണ്ടുപോയി എത്തിക്കുന്ന ഘടകം എന്താണ്? ഇവിടെ പ്രതിപക്ഷമേ ഉണ്ടാവരുത്, ഞങ്ങൾക്കെതിരെ ആരും സംസാരിക്കരുത് എന്നുള്ള ഒരു തീരുമാനം. അതൊരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് അത് ഒരിക്കലും വച്ചു പുറക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.